ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്തൊക്കെ അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, അരി കുതിർത്ത് വെക്കാനോ അല്ലെങ്കിൽ അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാനോ സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പുട്ടുപൊടിയും ശർക്കരയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ ശർക്കരയാണ് വേണ്ടത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്നങ്ങ് മെൽട്ടാക്കി വെക്കാം കേട്ടോ. കാരണം ഈ ഒരു ശർക്കര പാനിക്ക് അത്ര ചൂട് വേണ്ട, നമ്മളിതിലേക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ചൂട് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇതങ്ങ് റെഡിയാക്കിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, അതങ്ങ് ചൂടാറിക്കോട്ടെ. അടുത്തതിന് നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് വേണ്ടത്. പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഞാൻ 2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു മൈദയും പുട്ടുപൊടിയും നല്ലോണം മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതിലേക്കൊരു 2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ആ ഒരു പൊടി നല്ലോണം നനഞ്ഞ് കുതിർന്ന് കിട്ടണം. ആ ഒരു രീതിയിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മളിത് വെള്ളം കൂടുതലാണോ എന്ന് തോന്നും, പക്ഷേ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ശർക്കരപ്പാനി അത്യാവശ്യം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു പുട്ടുപൊടിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചൂടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം റെഡി ആയിട്ട് കിട്ടില്ല. ഒരു ചെറിയ ചൂട് കൈകൊണ്ട് ഇങ്ങനെ തൊടാമ്പോൾ ഉള്ള ഒരു ചെറിയ പാകത്തുള്ള ചൂടില്ല, അത് മതിയാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. കാരണം ആ ചെറിയ കട്ടകളും തരികളൊക്കെ അങ്ങ് പോയിട്ട് നല്ല ഫൈനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇത്രയും മാവ് എടുത്തതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനുണ്ടാകും. അത് 2 പ്രാവശ്യം അരച്ചിട്ടൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും ചെറിയ ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആദ്യം മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറുക്കാത്ത തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇങ്ങനെ പച്ചയ്ക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും അതും നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് സോഡ എന്തായാലും വേണം കേട്ടോ. എന്നാലും നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് കട്ടി കൂടി പോകണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ നന്നാവില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസാവും വേണ്ട. ഇത് കറക്റ്റ് തന്നെയായിരിക്കും. എന്തെങ്കിലും കാരണത്തിൽ ഇത്തിരി കട്ടി കൂടുതലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചുടുന്ന പോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലോണം ചൂടായിക്കോട്ടെ. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടത് റെഡിയാക്കി എടുക്കുന്നത്. ചെറിയ തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ഒഴിച്ച് റെഡി ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എളുപ്പത്തിലൊരു 15-20 മിനിറ്റ് തന്നെ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ആ റെസിപ്പി അല്ല കേട്ടോ. അതുപോലെയൊക്കെയുള്ള റെസിപ്പീസ് നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടൊക്കെ ഉള്ളത് മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നി, എന്നാൽ അരി കുതിർത്ത് വെക്കാനും അല്ലെങ്കിൽ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടണമെന്നൊക്കെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഈ ഒരു അളവിൽ നമുക്കൊരു 60-65 ഉണ്ണിയപ്പം വരെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ പുട്ടിന് പൊടിയൊക്കെ നനച്ചിട്ട് കുറച്ചൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ പുട്ടുപൊടിയും മൈദയൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ഇത് നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്